ഹായ്, വെൽക്കം ടു ജിനോസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഷേക്കാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷേക്ക് നമ്മൾ പല രീതിയിൽ നമ്മൾ വീട്ടിൽ തയ്യാർ ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഷേക്ക് തന്നെയാണ്. നമ്മുടെ സ്വന്തം നമ്മുടെ കപ്പ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഷേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കപ്പയും കൊണ്ട് ഷേക്കോ? അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സർപ്രൈസ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴോ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ ഉള്ളപ്പോൾ ഈ ഒരു ഷേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കുടിക്കാൻ പറഞ്ഞതിന് ശേഷം അവരോട് തന്നെ ചോദിച്ച് നോക്കുക ഇതെന്ത് ഉപയോഗിച്ചാണ് നമ്മൾ ഷേക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പ ഷേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എന്തെല്ലാമാണെന്ന് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പയും കൊണ്ട് നമ്മളൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കപ്പ ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കപ്പ നമ്മൾ അച്ചാറിട്ടിട്ടുണ്ട്, നമ്മൾ നാടൻ രീതിയിൽ പുഴുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കപ്പ ഉപയോഗിച്ച് ഷേക്കാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാം? നമ്മൾ കപ്പ ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്കിൻ റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പയെല്ലാം ഇതുപോലെ വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഇത് നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതാക്കി എടുക്കാം. അതുപോലെ തന്നെ ചെറുതാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ നാരിൻ്റെ ആവശ്യമില്ല. നാര് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് പുഴുങ്ങി കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. കുറച്ച് നമുക്കിനി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കപ്പ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഷേക്ക് അടിക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞ ഉടനെ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഇത്രയും മതി. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി നമ്മളിതിനകത്തേക്ക് ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിൻ്റെ വെള്ളമാണ് അതിവിടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തേക്ക് വാനില ഐസ്ക്രീമാണ് അതിവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായ മധുരം ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് കാഷ്യൂ, ബദാം, അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഡേറ്റ്സും കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നട്ട്സ് ഇടാം. അതുപോലെ തന്നെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഡേറ്റ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ പോലെ പീസാക്കിയതാണ് കേട്ടോ, പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇടയ്ക്കൊരു കടിയൊക്കെ കിട്ടാൻ വേണ്ടി നല്ലതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡേറ്റ്സ് ഇതിനോടൊപ്പം ആഡ് ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നല്ലൊരു മധുരം അതിനും ഉണ്ട്, അതുപോലെ ഐസ്ക്രീമിനും മധുരമുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം ഇത് നല്ലൊരു അടിപൊളി ഷേക്കാണ് കേട്ടോ. ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്. നമുക്കറിയാം ഷേക്ക് എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം.
അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമ്മൾ ഇത് ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം ടോപ്പ് അപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2 ഗ്ലാസ്സിലും നമ്മളിപ്പോൾ ഐസ്ക്രീം ടോപ്പ് അപ്പ് ചെയ്യുകയാണ്. ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കപ്പയിലും ഇങ്ങനെ ഒരു വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരെയും കൊണ്ട് ചോദിക്കട്ടെ ഇതെന്താണ് ഐറ്റം എന്നുള്ളത് നേരത്തെ പറഞ്ഞു കൊടുക്കരുത്. ഒരു സർപ്രൈസായിട്ട് ഇത് അടിച്ചു കൊടുത്തിട്ട് ഈ ഐറ്റം എന്താണെന്ന് അവരോട് ചോദിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കപ്പ നമ്മളെല്ലാം നമ്മുടെ നാട്ടിൽ പുഴുക്കും അതുപോലെ ചിപ്സ് ഉണ്ടാക്കുകയും പിക്കിൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി രീതിയിൽ തന്നെ നമ്മളിതൊരു ഷേക്കായിട്ട് നമ്മളിന്ന് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് നമുക്ക് പിങ്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറായതുകൊണ്ട് നമ്മൾ ബീട്രൂട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബീട്രൂട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തതിൻ്റെ വെള്ളമാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കളർ വേണ്ട, സാധാരണ നമ്മുടെ കപ്പയുടെ കളർ തന്നെ മതിയെങ്കിൽ സാധാരണ കപ്പ പാലും ഐസ്ക്രീമും ഇട്ട് അടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യേണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം